ഇപ്പോ ഒരു വലിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അനുമോളെ തോൽപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ. അതായത് പുറത്തായ മത്സരാർത്ഥികളാണ് അനുമോൾക്കെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ അങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. ഈ 16 ലക്ഷത്തിന്റെ വായുവിൽ നിന്ന് സൃഷ്ടിച്ച ഒരു PR കഥ. അനുമോൾ 16 ലക്ഷത്തിന് PR കൊടുത്തിട്ടുണ്ടെന്ന് അവിടെ എവിടെയും പറഞ്ഞതായിട്ട് 24/7 ലൈവ് കാണുന്ന നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മളെ അതുകൂടി കാണിക്കണമായിരുന്നു. എന്തായാലും നമ്മളാരും കണ്ടിട്ടില്ല. ബിന്നി അത് കേട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ബിന്നി പറയുന്നതിനകത്തും ഒരുപാട് വിശ്വാസക്കുറവുണ്ട്. കാരണം അത് ബിന്നിക്ക് അങ്ങനെ തോന്നിയതാണോ പർപ്പസ്ഫുള്ളി ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ബിന്നി അത് പറഞ്ഞുകൊണ്ട് മാത്രം അത് സത്യമാവണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും വേണം. കേട്ടെങ്കിൽ മാത്രമേ നമുക്കത് സമ്മതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു കാര്യം. രണ്ട്, ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസിന് പ്രതിദിന വേതനം എത്ര കിട്ടുന്നു എന്നുള്ളത് അവർക്കറിയാം. ഈ ഷോയിലേക്ക് അവർ പോകുന്ന സമയത്ത് അവരുടെ ബാക്കി എല്ലാ പ്രോഗ്രാമുകളും ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം അനുമോളെ പോലെ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ, അനുമോള് ബിഗ് ബോസിൽ വന്ന ഏറ്റവും കൂടുതൽ ഫേസ് വാല്യൂ ഉള്ള ഒരു 3-4 പേരിൽ ഒരാൾ അനുമോളാണ്. ഏറ്റവും കൂടുതൽ ഫേസ് വാല്യൂ ഉള്ള ഒരാളാണ്, വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ വലിയ സപ്പോർട്ട് സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് അനുമോള്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോളെ പോലത്തെ ഒരാൾ ബിഗ് ബോസിൽ കയറാതെ പുറത്ത് നിന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് പ്രൊമോഷൻസ് കിട്ടും, ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടും, ചാനലുകളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും. അപ്പൊ അത്യാവശ്യം ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. സോ അങ്ങനത്തെ ഒരാൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ അവർക്ക് കിട്ടുന്ന നിശ്ചിതമായ ഒരു വേതനം, ദിവസ വേതനം, ടോട്ടൽ ഒരു എമൗണ്ട് ഉണ്ടാവും, തരക്കേടില്ലാത്തൊരു എമൗണ്ട് ഉണ്ടാവും. അതിൽ നിന്ന് 16 ലക്ഷം രൂപ അനുമോള് PR കൊടുക്കാനാണെങ്കിൽ പിന്നെ അതിലോട്ട് എന്തിനു പോകണം? അതിനേക്കാളും പുറത്തു നിന്നാ പോരെ. ആവശ്യം പോലെ പ്രൊമോഷൻസ് കിട്ടും, ഉദ്ഘാടനങ്ങൾ കിട്ടും, അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാം അല്ലേ? അനുമോളെ സംബന്ധിച്ചിടത്തോളം ഫെയിമിന്റെ ആവശ്യം, ബിഗ് ബോസിൽ വന്ന് ഒരു ഫെയിം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഫെയിം ഉള്ള ഒരാളാണ്. സോ അതൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും. ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് 50 ലക്ഷം രൂപയുടെ PR കൊടുത്തിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അതിന് ഞാൻ തെളിവും കൂടെ കാണിക്കണം. അപ്പൊ അത് ഇല്ലാത്തടത്തോളം കാലം അത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടോ ഒരു സ്ട്രാറ്റജി ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇനി അനുമോളെ തോൽപ്പിക്കാനായിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി അവരുടെ ഒരു താല്പര്യമായിരിക്കാം. മുൻപുള്ള സീസണുകളിൽ, ഫസ്റ്റ് സീസണിലൊക്കെ അങ്ങനത്തെ ഒരു ഗെയിം കണ്ടിട്ടുണ്ട്. ഇവിടെ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ വിൻ ചെയ്യാൻ തീർച്ചയായിട്ടും അർഹതയുള്ളവരാണ് അനീഷ്, അനുമോള്, അതുപോലെ ഷാനവാസ്, അക്ബർ, നെവിൻ. നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇവരൊക്കെ ഗെയിം കളിച്ച കണ്ടസ്റ്റൻസ് ആണ്. അതുപോലെ നൂറ, ഇവരൊക്കെ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു അർഹതയുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് ഇവരെല്ലാവരും. കൂടുതൽ കണ്ടന്റുകൾ ഈ സീസണിൽ വന്നത് ഒരു പക്ഷേ അനുമോളുടെ പേരിലായിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അനീഷിന്റെ പേരിലാണ്, പിന്നെ ഷാനവാസിന്റെ പേരിലാണ്, പിന്നെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ആദില, നൂറ, കുറച്ച് വിവാദങ്ങളൊക്കെ അവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വില്ലൻ ഒരു രീതിയിലാണെങ്കിൽ കൂടി അക്ബർ അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നെവിൻ ഫണ്ണായിട്ടുള്ള കുറെ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഇത്രയും ദിവസം നിന്ന അല്ലെങ്കിൽ ഫൈനൽ 6ലേക്ക് എത്തുന്ന ഏതൊരു കണ്ടസ്റ്റന്റിനും വിജയിക്കാൻ നോർമലി ഒരു അർഹതയുണ്ട്. അത്രയും ദിവസം അതിജീവിച്ച് നിന്നു എന്നത്. പിന്നെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓഡിയൻസ് ആണ്. ഈ 4, 3, 7 PR വിചാരിച്ചാലൊന്നും ഓഡിയൻസിനെ മുഴുവൻ അങ്ങ് സൈഡാക്കിക്കൊണ്ട് ഒരു കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കാനൊന്നും പറ്റത്തില്ല. PR എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ 16 ലക്ഷത്തിന്റെ PR എന്നൊക്കെ പറയുന്നിടത്താണ് തള്ള്. അനുമോള് PR കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PR ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അനുമോൾക്കും ചിലപ്പോൾ അനീഷിനും ചിലപ്പോൾ ഷാനവാസിനും ആദിലയ്ക്കും നൂറയ്ക്കും നെവിനും വരെ ചിലപ്പോൾ ഉണ്ടാകാം PR. നമുക്കറിയില്ലല്ലോ, നമ്മൾ ആരും കണ്ടിട്ടില്ല. അവിടെ തുറന്ന് സമ്മതിച്ച 2-3 പേരെ, ഒന്ന് അനുമോളും എനിക്ക് തോന്നുന്നു, പിന്നെ അക്ബറൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, ആര്യനും ഒക്കെ സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ PR കൊണ്ട് അങ്ങ് മല പറിക്കാൻ പറ്റുമെങ്കിൽ ആര്യനൊക്കെ ഇപ്പോഴും അതിനകത്ത് നിൽക്കണ്ടേ? ആര്യന് PR ഉണ്ടായിരുന്നല്ലേ? മാത്രമല്ല PR കൊണ്ട് മല പറിക്കാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ അക്ബർ PR ഉണ്ടെന്ന് സമ്മതിച്ച ആളാണ്. അക്ബറിന്റെ PR ഒക്കെ എവിടെ പോയി? കമ്മ്യൂണിറ്റി പോളുകളിൽ നമ്മളൊരു പോള് വെച്ചാൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന അനീഷും അതുപോലെ അനുമോളുമാണ്. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത് ഷാനവാസാണ്. ഇവരൊക്കെ PR കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അക്ബറിന്റെ PR ഒക്കെ എവിടെ? അപ്പോൾ അക്ബർ കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പുള്ളിയുടെ PR ഓട്ടൊക്കെ എവിടെ പോയി? അപ്പം ജെനുവിൻ ഓഡിയൻസിനെയും PR-കളെയും ആദ്യം നമ്മൾ തിരിച്ചറിയണം. PR-കൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കമന്റ് ബോക്സുകളിലാണ്. പിന്നെ വേണമെങ്കിൽ PR-കൾക്ക് യൂട്യൂബ് ചാനലുകളെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളെയോ ഇൻസ്റ്റഗ്രാം പേജുകളെയോ ഒക്കെ സ്വാധീനിക്കാം. അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് PR-കൾക്ക് തന്നെ സ്വന്തമായിട്ട് ചാനലുകളൊക്കെ നടത്താം. അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്.
സോ അങ്ങനെയൊക്കെ അവർക്ക് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഇതിൽ ആര് പി ആർ അല്ലെങ്കിൽ ആര് പി ആർ അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പി ആർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓഡിയൻസിന് അറിയാത്തത് കൊണ്ട് അവരെല്ലാവരെയും പി ആർ ആയിട്ട് കാണും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടാലും വന്നിട്ട് താഴെ പി ആർ എന്ന് കമന്റ് ചെയ്യുന്ന ജെന്യുവിൻ ഓഡിയൻസ് ഉണ്ട്, നിങ്ങൾ പി ആർ ആണോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? നമ്മൾ ഒരു കണ്ടസ്റ്റന്റിനെ ചിലപ്പോൾ അയാൾ ശരിയാണെന്ന് തോന്നിയാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ കുറിച്ച് നല്ലത് രണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം, ഇവൻ പി ആർ ആണോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകാം. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് റിയൽ ആയിട്ടുള്ള പി ആറിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. എന്തായാലും പി ആർ ഉണ്ട്, പക്ഷെ എല്ലാ ഓഡിയൻസും പി ആർ അല്ല. ഈ ഷോ കാണുന്ന ഓഡിയൻസ് ഒക്കെ അപ്പൊ ഇവിടെ വാനിഷ് ആയി പോയോ? എല്ലാവരും പി ആർ ആണെങ്കിൽ അനുമോൾ ഇത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ലൈവിൽ പറഞ്ഞ പോലെ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ടാണ്. പി ആർ കൊണ്ട് ജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആര്യൻ ഇപ്പോഴും അവിടെ നിൽക്കണമായിരുന്നു. ആര്യൻ പുറത്തു പോയെങ്കിൽ, ആര്യന് പി ആർ ഉണ്ടെന്ന് സമ്മതിച്ച ഒരാളാണ് അതിനകത്ത്, ആര്യൻ പുറത്തു പോയെങ്കിൽ അല്ലെങ്കിൽ ബിന്നി പുറത്തു പോയെങ്കിൽ അവരൊക്കെ ഔട്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ആർ വിചാരിച്ചാലൊന്നും ഒരു തേങ്ങയും നടക്കൂല. അകത്ത് പോയ കണ്ടസ്റ്റൻസ് കളിക്കണം, ഓഡിയൻസുമായിട്ട് കണക്ട് ആവണം. എന്റെ അറിവിൽ ഒരു പി ആറും ഇല്ലാതെ പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് റോബിൻ. റോബിന് ആർക്ക് പി ആർ കൊടുത്തിട്ടാ പോയത്? റോബിൻ ഓഡിയൻസ് ഏറ്റെടുത്തിട്ടില്ലേ? രജിത് കുമാറിനും പി ആർ ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുപോലെ കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് പി ആർ മേ ബി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ പി ആർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഏഷ്യാനെറ്റും എന്റെ മോൾ ഷൈൻ മീഡിയയും കൂടെ പൂട്ടിക്കെട്ടി ചൊറിയും കുത്തി അവിടെ ഇരുന്നാൽ പോരെ. അവരുടെ ഒരു ഷോയിൽ എവിടെ നിന്നോ ഉള്ള പി ആറുകളോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലുമോ ഒക്കെ ആൾക്കാർ ചേർന്നിട്ട് അവരുടെ ഒരു ഷോയെ അട്ടിമറിക്കുകയല്ലേ. പി ആർ വിചാരിച്ചാൽ ഒരാളെ അവിടെ നിർത്താനും അല്ലെങ്കിൽ ഒരാളെ വിജയിപ്പിക്കാനും പറ്റുമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാം നടത്തുന്ന ഏഷ്യാനെറ്റും എന്റെ മോൾ ഷൈൻ മീഡിയയും മിണ്ടാതെ നോക്കി നിൽക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ ഷോയെ അട്ടിമറിക്കാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല. കാരണം 4, 3, 7 പി ആറുകളെ അല്ല അവർ നോക്കുന്നത്. ഏഷ്യാനെറ്റിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിയൻസ് ആണ്. പതിറ്റാണ്ടുകളായിട്ട് മലയാളി പ്രേക്ഷകർ എപ്പോഴും നമുക്കൊരു TV ചാനൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഏഷ്യാനെറ്റാണ്. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു ചാനല് ഓഡിയൻസിനെ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ, പി ആറുകൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഓഡിയൻസിന്റെ തീരുമാനത്തെ ഏതെങ്കിലും പി ആറുകൾക്ക് അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ വളർന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അത് വെട്ടാൻ പോകുന്നത് ഏഷ്യാനെറ്റായിരിക്കും, അല്ലെങ്കിൽ എന്റെ മോൾ ഷൈൻ മീഡിയ ആയിരിക്കും. കാരണം അവരുടെ ഷോയാണ്, അവരുടെ പ്രോഗ്രാമാണ്. അതിനെ ആർക്കെങ്കിലും അട്ടിമറിക്കാനായിട്ട് അവർ നിന്നു കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ജെന്യുവിൻ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ പി ആറുകൾക്ക് പറ്റിയേക്കാം, താൽക്കാലികമായി മാത്രം. അത് എല്ലാ കാലത്തും പറ്റില്ല. കുറച്ച് നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ പറ്റിയേക്കാം. പക്ഷെ ഓഡിയൻസ് എത്ര നിഷ്കളങ്കരെന്ന് പറഞ്ഞാലും ചിന്തിക്കാൻ തലച്ചോറുള്ള മനുഷ്യന്മാരാണെങ്കിൽ അവർ ചിന്തിക്കും, അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായാലും അവർ പെട്ടെന്ന് തന്നെ ആ വസ്തുത തിരിച്ചറിഞ്ഞ് ആ മാനിപ്പുലേഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അവർ ജെന്യൂനായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അനുമോള് പി ആർ കൊണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് അസൂയ കൊണ്ടാണ്. പുറത്തായ ഏതെങ്കിലുമൊക്കെ കണ്ടസ്റ്റൻസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അസൂയ കൊണ്ടാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അസൂയ. രണ്ടാമത്, അനുമോള് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ അനുമോളുടെ ഭാഗത്ത് തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അനുമോള് 100% വിശുദ്ധയായ മത്സരാർത്ഥി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പലരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ പോലും പോയി അഭിപ്രായം പറഞ്ഞുകൊണ്ടും പല പല വാക്കുകൾ പറഞ്ഞുകൊണ്ടും ഒക്കെ അനുമോളും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അനുമോള് ബിഗ് ബോസിനകത്ത് അനുമോളുടെ പോസിറ്റീവും നെഗറ്റീവും കാണിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ആ നെഗറ്റിവിറ്റി ഇമ്പാക്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അനുമോള് ജയിക്കരുത് എന്ന് അവർ ചിന്തിക്കുന്നതും സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അനുമോൾക്കെതിരെ കളിച്ച കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയിട്ട് അനുമോള് തോൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അത് അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് കാണുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓഡിയൻസ് ആരെ ജയിപ്പിക്കണമെന്ന് വിചാരിക്കുമോ ആ ആൾ ഈ സീസണിലും വിജയിക്കും. കഴിഞ്ഞ സീസൺ വരെയും അങ്ങനെ തന്നെയാണ്, ഈ സീസണിലും അങ്ങനെ തന്നെയാണ്. കുറെ ആൾക്കാർ വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഓഡിയൻസിനെയൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോപ്പ് ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അനീഷൊക്കെ നല്ല പ്ലെയറാണ്. അനുമോൾ ആയാലും ഭയങ്കര സ്ട്രോങ് ആണ്, നെഗറ്റീവും പോസിറ്റീവും കാണിച്ച് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ്. ഷാനവാസ് ആണെങ്കിലും പുള്ളിയുടെ എല്ലാ വശങ്ങളും കാണിച്ച് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇവരൊക്കെ വിന്നിങ് ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ്. ആരാണ് ജയിക്കുന്നത് എന്നുള്ളത് അന്തിമമായി തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആണ്. സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ സീസണിൽ വിന്നർ ആവാനുള്ള യോഗ്യത ഈവൻ അക്ബറിന് വരെ ഉണ്ട്. കാരണം അക്ബർ ഇൻഡിവിജ്വൽ ഗെയിം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ബിഗ് ബോസിനകത്ത് എല്ലാ വിഷയങ്ങളിലും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടിട്ടുള്ള ആൾ തന്നെയാണ് അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ. നെഗറ്റീവ് ഗെയിം ആയിരുന്നെങ്കിലും വിന്നർ ആവാനുള്ള യോഗ്യതയുള്ള ഒരു ആൾ തന്നെയാണ് നെവിനും. കാരണം ഈ സീസണിൽ
പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു എന്ന നിലയ്ക്ക്. കാരണം ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ് കാണിച്ച ഒരാൾ അനീഷാണ്. അനീഷിന്റെ കൂടുതലും പോസിറ്റീവ് വശങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഓഡിയൻസിനെ കാണിച്ചവരാണ്. ഇതെല്ലാം കണ്ട് വിലയിരുത്തിയിട്ട് ഓഡിയൻസ് ഒരാളെ ജയിപ്പിക്കും. അപ്പൊ അനുമോള് PR കൊണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് ഒരു അസൂയയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.